വീഡിയോയിൽ ഇന്ത്യൻ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട പ്രമുഖ വ്യക്തികളെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ഇന്ത്യൻ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെടുന്ന ആദ്യത്തെ വ്യക്തി ആരാണെന്നറിയാമോ? ആരാണ്? മഹാത്മാഗാന്ധിയാണ്. ഇന്ത്യൻ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെടുന്ന ആദ്യത്തെ വ്യക്തി എന്ന് ചോദിച്ചാൽ ആൻസർ മഹാത്മാഗാന്ധിയാണ്. അതുപോലെ വളരെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യനാണ്. ഇന്ത്യൻ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെടുന്ന ആദ്യത്തെ വനിത ആരാണ്? മീരാഭായി ആണ്. ഇന്ത്യൻ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെടുന്ന ആദ്യത്തെ വനിത മീരാഭായി. അതുപോലെ തന്നെ ഇന്ത്യൻ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെടുന്ന ആദ്യത്തെ വിദേശ വനിത ആരാണ്? ആനി ബെസന്റ് ആണ്. ഇന്ത്യൻ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെടുന്ന ആദ്യത്തെ വിദേശ വനിത ആനി ബെസന്റ് ആണ്. അതുപോലെ വളരെ പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യനാണ്. ഇന്ത്യൻ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെടുന്ന ആദ്യത്തെ മലയാളി ആരാണ്? ശ്രീനാരായണ ഗുരുദേവനാണ്. ഇന്ത്യൻ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെടുന്ന ആദ്യത്തെ മലയാളി ആരാണ്? ശ്രീനാരായണ ഗുരു ആണ്. അതുപോലെ തന്നെ ഇന്ത്യൻ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെടുന്ന ആദ്യത്തെ മലയാളി വനിത, ഇന്ത്യൻ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെടുന്ന ആദ്യത്തെ മലയാളി വനിത ആരാണ്? സിസ്റ്റർ അൽഫോൻസ അല്ലെങ്കിൽ അൽഫോൻസാമ. സിസ്റ്റർ അൽഫോൻസ അല്ലെങ്കിൽ അൽഫോൻസാമ. അതുപോലെ വളരെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യനാണ്. ഇന്ത്യൻ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെടുന്ന ആദ്യത്തെ സസ്യം ഏതാണ്? നീലക്കുറിഞ്ഞിയാണ്. ഇന്ത്യൻ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെടുന്ന ആദ്യത്തെ സസ്യമാണ് നീലക്കുറിഞ്ഞി. ഇന്ത്യൻ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെടുന്ന ആദ്യത്തെ അമേരിക്കൻ പ്രസിഡന്റ് ആരാണ്? എബ്രഹാം ലിങ്കൺ ആണ്. ഇന്ത്യൻ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെടുന്ന ആദ്യത്തെ അമേരിക്കൻ പ്രസിഡന്റ് ആരാണ്? എബ്രഹാം ലിങ്കൺ ആണ്. ഇന്ത്യൻ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെടുന്ന ആദ്യത്തെ നടി ആരാണ്? നർഗീസ് ദത്ത്. ആരാണ്? നർഗീസ് ദത്താണ്. ഇന്ത്യൻ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെടുന്ന ആദ്യത്തെ മലയാള സിനിമാ നടൻ ആരാണ്? പ്രേം നസീറാണ്. ആരാണ്? പ്രേം നസീറാണ്. ഇന്ത്യൻ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെടുന്ന ആദ്യത്തെ കേരള മുഖ്യമന്ത്രി ആരാണ്? ഇന്ത്യൻ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെടുന്ന ആദ്യത്തെ കേരള മുഖ്യമന്ത്രിയാണ് EMS. ആരാണ്? EMS ആണ്. ഇന്ത്യൻ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെടുന്ന രണ്ടാമത്തെ കേരള മുഖ്യമന്ത്രി ആരാണ്? C. അച്യുതമേനോനാണ്. ആരാണ്? C. അച്യുതമേനോനാണ്. ഇന്ത്യൻ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെടുന്ന ആദ്യത്തെ മലയാള ദിനപത്രം ഏതാണ്? മലയാള മനോരമയാണ്. ഇന്ത്യൻ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെടുന്ന ആദ്യത്തെ മലയാള ദിനപത്രം ഏതാണ്? മലയാള മനോരമയാണ്. ഇന്ത്യൻ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെടുന്ന ആദ്യത്തെ തിരുവിതാംകൂർ മഹാരാജാവ് ആരാണ്? സ്വാതി തിരുനാളാണ്. ഇന്ത്യൻ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെടുന്ന ആദ്യത്തെ തിരുവിതാംകൂർ മഹാരാജാവാണ് സ്വാതി തിരുനാൾ. ഇന്ത്യൻ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെടുന്ന ആദ്യത്തെ മലയാള കവി ആരാണ്? കുമാരനാശാനാണ്. ആരാണ്? കുമാരനാശാനാണ്. ഇന്ത്യൻ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെടുന്ന ആദ്യത്തെ ചിത്രകാരൻ ആരാണ്? രാജാ രവിവർമ്മയാണ്. ആരാണ്? രാജാ രവിവർമ്മയാണ്. ഇന്ത്യൻ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെടുന്ന ആദ്യത്തെ മലയാള ദിനപത്രം ഏതാണ്? മലയാള മനോരമയാണ്. അതുപോലെ തന്നെ ലോകത്ത് ഏറ്റവും കൂടുതൽ രാജ്യങ്ങളുടെ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ടിട്ടുള്ള ഇന്ത്യക്കാരൻ ഗാന്ധിജിയാണ്. ഓർത്ത് വെച്ചുകൊള്ളുക. അതുപോലെ തന്നെ ശ്രീലങ്കയുടെ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യത്തെ മലയാളി ആരാണ്? ശ്രീനാരായണ ഗുരുദേവനാണ്.